ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആട്ടിൻ സൂപ്പാണ്, അഥവാ മട്ടൻ സൂപ്പ്. അപ്പം നമ്മുടെ മട്ടൻ സൂപ്പിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ 200 ഗ്രാം മട്ടൻ എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, ഇവിടെ ഞങ്ങൾക്ക് ഡ്രൈ കറിവേപ്പില മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡ്രൈ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പോലെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഒരു മീഡിയം ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും സവാളയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് കുരുമുളക്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഇങ്ങനെ ഹോൾ കുരുമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരും ജീരകം, പിന്നെ 1 ടീസ്പൂൺ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മുടെ മട്ടൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയ സാധനങ്ങൾ. അപ്പം നമുക്ക് നമ്മുടെ മട്ടൻ സൂപ്പ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലേക്ക് കടക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മുടെ പ്രഷർ കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ച ശേഷം നമ്മുടെ മട്ടൻ കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില, പിന്നെ നമ്മുടെ സ്പൈസസ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ചേരുവകളൊക്കെ നമ്മൾ നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മട്ടൺ പീസസിലോട്ട് നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം മട്ടൺ കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് 6 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കുക്കർ അടച്ചു കൊടുത്തിട്ട് അതിനെ ഞാനൊരു 4-5 വിസിലടുപ്പിച്ചു. അതിനുശേഷം പ്രഷർ തന്നെ പോയി കഴിയുമ്പം അതിനെ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മുടെ മട്ടൻ സൂപ്പിനെ വേറൊരു പാനിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണേലും കുഴപ്പമില്ല. അപ്പോൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് അതിനെ നന്നായിട്ടിട്ടൊന്ന് തിളപ്പിക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത 6 ഗ്ലാസ് വെള്ളം ഒരു 4.5 കപ്പ് പോലെ ആവണം, അത്രയും പറ്റണം. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിനെ വാങ്ങി വെക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യ് മാത്രമായിട്ടും ചേർക്കാം, അല്ല താളിച്ച് വേണമെങ്കിലും ഒഴിക്കാം. 1 ടീസ്പൂൺ നെയ്യിൽ ഒരു 2-3 കുഞ്ഞുള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് അതിനെ ഒന്ന് സോട്ട് ചെയ്ത് ചേർക്കുക വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഈ മട്ടൻ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ മട്ടൻ സൂപ്പ് എന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അമ്മച്ചിമാർ ഒക്കെ നന്നായിട്ട് അവരുടെ ശരീരമൊക്കെ നന്നായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരപ്രകൃതമായിരുന്നു നമ്മുടെ പണ്ടത്തെയൊക്കെ കാരണവരുടെ ഒക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഒരു സീക്രട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെയുള്ള ഫുഡ്സ് ആയിരുന്നു. പക്ഷേ ഇതൊന്നും ഇപ്പം ആരും അങ്ങനെ കഴിക്കാറൊന്നുമില്ല. പക്ഷേ ഈവൻ പ്രഗ്നൻസി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ഈവൻ അമ്മച്ചിമാരൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ല ഗുണങ്ങൾ അവരുടെ ശരീരത്തിന് കിട്ടുന്നൊരു വിഭവമാണിത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും റെസിപ്പീസിനൊക്കെ സജഷൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.